2026 മാർച്ച് മാസം 21-ാം തീയതി കേരള ഹൈക്കോടതി ക്നാനായ കമ്മ്യൂണിറ്റി ഫോളോ ചെയ്യുന്ന എൻഡോഗമി എന്ന് പറഞ്ഞ പ്രാക്ടീസ് തികച്ചും നിയമവിരുദ്ധവും അതോടൊപ്പം തന്നെ അത് കാനൂനികമായിട്ടും ബിബ്ലിക്കലായിട്ടും തെറ്റാണ് എന്ന് പറഞ്ഞൊരു വിധി പ്രസ്താവിക്കുകയുണ്ടായി. അത് ഒരുപക്ഷെ ലോകത്തെല്ലാം കൂടി 2 ലക്ഷത്തോളത്തിൽ താഴെ ആളുകൾ മാത്രമുള്ള ക്നാനായ കമ്മ്യൂണിറ്റിയിൽ വലിയ അങ്കലാപ്പും അമ്പരപ്പും ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കോടതി വിധിയുടെ ഇൻട്രൊഡക്ഷൻ ഞാനൊന്ന് ചെറുതായിട്ട് വായിച്ച് കേൾപ്പിക്കാം. കോടതി അതിൻ്റെ അത് നിരീക്ഷിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്, അതിനുശേഷം അതിലേക്ക് വരാം. ഇതിൽ കോടതി പറഞ്ഞ്, ബിഫോർ ദിസ് കോർട്ട് സ്റ്റാർട്ട്സ് ജഡ്ജ്മെൻറ്റ് ഇറ്റ് വിഷസ് ടു റിമൈൻഡ് ഇറ്റ് സെൽഫ് ദാറ്റ് ദ ടീച്ചിങ് ഓഫ് ക്രൈസ്റ്റ്, ദ ഡിവൈൻ ലോ, ദ ബൈബിൾ ആൻഡ് ദ പ്രൊവിഷൻ ഓഫ് ദി കാനൻ ലോ ഡു നോട്ട് സപ്പോർട്ട് ദ പ്രാക്ടീസ് ഓഫ് എൻഡോഗമി. അതായത് ഇതിൽ പറയുന്നതനുസരിച്ച് ഈ കോടതിയുടെ ജഡ്ജ്മെൻറ്റിൽ അർത്ഥമാക്കുന്നത് ഈ എൻഡോഗമി എന്ന് പറഞ്ഞ പ്രാക്ടീസ് ഒരു കാരണവശാലും ക്രിസ്ത്യൻ ടീച്ചിങ്ങിനോ ഡിവൈൻ ലോയ്ക്കോ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലോ കാനൻ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലോ ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് അനുവദിക്കാൻ പാടില്ലാത്തതാണ് എന്നാണ്, അല്ലെങ്കിൽ അത് നിലനിൽക്കുന്നതല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബട്ട് സ്റ്റിൽ ദ അപ്ലിക്കൻ്റ് ഇൻസിസ്റ്റ് ദാറ്റ് ആസ് എ മാറ്റർ ഓഫ് കസ്റ്റം they are entitled to follow the practice. അവരെങ്കിലും ഈ കസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട്, അവരുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് അത് ഫോളോ ചെയ്യണം എന്ന് ഫോളോ ചെയ്യാൻ അർഹതയുണ്ട് എന്നാണ് സഭയും ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളും വാദിക്കുന്നത് എന്നാണ് കോടതി പറഞ്ഞത്. അപ്പോൾ ഇതിന് ഇതിനെ ഈ ഉത്തരവിന്, അല്ലെങ്കിൽ ഈ കോടതിയുടെ ഉത്തരവിനെ ആസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അത് ഒരു ബൈബിൾ വചനമാണ് കൂടി അദ്ദേഹം ഇവിടെ ജഡ്ജ് കോട്ട് ചെയ്തിട്ടുണ്ട്. ബൈബിൾ ജനീഷ്യസ് 3:28 പ്രൊക്ലൈം ദാറ്റ് വേർ ഈസ് നെയ്തർ ജൂ ഓർ ഗ്രീക്ക്, സ്ലേവ് ഓർ ഫ്രീ, മെയിൽ ഓർ ഫീമെയിൽ, ഫോർ യു ആർ ഓൾ വൺ ഇൻ ക്രൈസ്റ്റ് ജീസസ് എന്നാണ്. അതായത് ക്രിസ്തുവിൻ്റെ മുമ്പിൽ ഈ പറഞ്ഞ ഈ ഒരു തരത്തിലുള്ള ഗ്രീക്കുകാരനെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ ജൂവെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും സമന്മാരാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഈ കോടതി വിധി വായിക്കുമ്പം നമുക്ക് മനസ്സിലാകുന്നത്, ഒരാളെ ബാപ്റ്റിസം സ്വീകരിച്ച ഒരാളെ ടെർമിനേറ്റ് ചെയ്യാൻ പോപ്പിന് മാത്രമേ അധികാരമുള്ളൂ. അതുകൊണ്ട് തന്നെ പോപ്പിന് മാത്രമാണ് ഒരാളെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവകാശമുള്ളൂ, അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയുടെ മെമ്പർഷിപ്പിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യാനുള്ള അവകാശമുള്ളൂ. ഈ കോടതി വിധിയുടെ ഭാഗമായിട്ട് ഇത് ഒത്തിരി കാര്യങ്ങൾ കോടതി വിധി ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അത് ബൈബിളിക്കൽ ആയിട്ടുള്ള വാല്യൂസിനെ പറ്റി പറയുന്നുണ്ട്, കാനൻ ലോയെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ട്രാവൻകൂർ കൊച്ചിൻ ലൈബ്രറി സൊസൈറ്റി ആൻഡ് ചാരിറ്റി ആക്ട് 1955 ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മെമ്പർഷിപ്പിനെ പറ്റി പറയുന്നുണ്ട്. സിവിൽ പ്രൊസീജിയർ കോഡിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 25-26 അത് റൈറ്റ് ടു റിലീജിയസ് പ്രാക്ടീസ് എന്നുള്ള ആ പോയിൻറ്റുകൾ പറയുന്നുണ്ട്. അതുപോലെ പേപ്പൽ ബുള്ളെന്ന് പറയുന്ന പോപ്പിൻ്റെ 1911 ഈ കോട്ടയം ഡയോസിസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ബുള്ളിനകത്ത് ഒരിക്കലും എൻഡോഗമിയെ പ്രാക്ടീസ് ചെയ്യുന്നില്ലെന്ന് പറയുന്നുണ്ട്. എൻഡോഗമി എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ കാനൻ ലോയെ സംബന്ധിച്ചുള്ള വിവാഹത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഇതങ്ങനെ കോടതിയുടെ വലിയ ഒരു നിരീക്ഷണം ഇതിൻ്റെ അകത്തുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ഒട്ടേറെ കോടതികളുടെ ജഡ്ജ്മെൻറ്റുകൾ ഈ പറഞ്ഞ ഡിസ്ക്രിമിനേഷനെ സംബന്ധിച്ചും കാസ്റ്റ് ലോയെ സംബന്ധിച്ചും എക്സ്കമ്മ്യൂണിക്കേഷനെ സംബന്ധിച്ചും മെമ്പർഷിപ്പിനെ സംബന്ധിച്ചുമുള്ള ഒരുപാട് തരത്തിലുള്ള വിധികൾ, ഈ വക കാര്യങ്ങളെല്ലാം ഈ ജഡ്ജ്മെൻറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ജഡ്ജ്മെൻറ്റിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ഈ എൻഡോഗമി പ്രാക്ടീസ് എന്ന് പറയുന്നത് നിയമത്തിൻ്റെയും ബൈബിളിൻ്റെയും അതോടൊപ്പം തന്നെ കാനൻ ലോയുടെയും അതോടൊപ്പം തന്നെ നിലവിലുള്ള നിയമ സംവിധാനങ്ങളുടെ ആകമാനമുള്ള ഒരു പരിശോധനയിൽ ഈ എൻഡോഗമി എന്ന് പറഞ്ഞ പ്രാക്ടീസിനെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഒരു പരിധിവരെ കോടതി പറയുന്നത് നമുക്ക് ശരിയാണെന്ന് തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരാൾ വിവാഹം കഴിച്ചു എന്നുള്ളതുകൊണ്ട് അയാളെ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ, അത് ക്രിസ്തുവിൻ്റെ കൺസെപ്റ്റ് തന്നെ ഞാൻ തലയും സഭ ശരീരവുമാകുന്നു എന്നുള്ളതാണ് സഭ വിവക്ഷിക്കുന്ന സഭയെ സംബന്ധിച്ചുള്ള കൺസെപ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരു ഭാര്യയും ഭർത്താവും എന്ന് പറയുന്നത്
എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സഭയെ സംബന്ധിച്ചിടത്തോളം ശരീരം, തലയും അതുപോലെ തന്നെ ഉടലും പോലെ ബന്ധപ്പെട്ടതാണ് എന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾ വിവാഹം കഴിച്ചാൽ അയാളെ പുറത്താക്കുക, വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ പുറത്താക്കുക എന്ന് പറയുന്നത് അനീതിയാണെന്നുള്ള കോടതിയുടെ വിധി വളരെ കൃത്യമായ ഒരു ശരിയായ നിരീക്ഷണം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. പക്ഷേ ഇത് കോടതിൻ്റെ അകത്ത് വേറൊരു കാര്യം പറയുന്നുണ്ട്. എൻഡോഗമി പ്രാക്ടീസ് ചെയ്യേണ്ടവർക്ക് അത് പ്രാക്ടീസ് ചെയ്യുന്നതിന് നിയമപരമായി യാതൊരു തടസ്സവുമില്ല എന്ന് പറയുന്നുണ്ട്. കാരണം ജനാധിപത്യത്തിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ, ജനാധിപത്യത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു യാർഡ് സ്റ്റിക്ക് വെച്ച് നമ്മൾ പരിശോധിക്കുമ്പം ഒരു കൂട്ടം സമൂഹം നിയമാനുസരണമല്ലാത്ത, അതായത് കോൺസ്റ്റിറ്റ്യൂഷനെ അതുപോലെ തന്നെ ഈ പറഞ്ഞ നിയമവ്യവസ്ഥയെ ചോദ്യം ചെയ്യാതെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പ്രവർത്തനത്തെ തടയേണ്ടതില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആർക്കെങ്കിലും എൻഡോഗമി പ്രാക്ടീസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രാക്ടീസ് ചെയ്യുന്ന തടസ്സമില്ലെന്നും കോടതി ഈ വിധിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് ഭരണഘടനാ വിരുദ്ധമാകുകയും അതോടൊപ്പം തന്നെ കാനൂൻ ലോയ്ക്കും ബൈബിളിൻ്റെ എത്തിക്സിനും ഒക്കെ എതിരാണ് ഇതെന്ന് പറയുന്നത്. ഇതിൻ്റെ അത് കോടതി വളരെ സ്പെസിഫിക് ആയിട്ട് ഒരു പാരഗ്രാഫിൽ പറയുന്ന ഒരു കാര്യം കൂടെ വായിച്ച് കേൾപ്പിക്കുക. എന്നിട്ട് പറയാം, ഇത് പ്രാക്ടീസ് ഫോളോഡ് ബൈ ദി ഡിഫറെൻറ്റ് 1 and 2 in terminating membership of members of the marrying Catholic from another diocese in unlawful, in violation of the both divine and canon laws, unconstitutional, inequitable, unethical and inhuman. ഇത്രയും കാര്യങ്ങൾ, അതായത് ഡയോസിസിൻ്റെ ഈ മറ്റൊരു ഡയോസിസ് എന്നൊരാളെ കല്യാണം കഴിക്കുന്നതിനെ കോടതി പറഞ്ഞേക്കുന്നത് അങ്ങനെ കല്യാണം കഴിച്ചതിൻ്റെ പേരിൽ പുറത്താക്കുന്ന, അല്ലെ മെമ്പർഷിപ്പ് ടെർമിനേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് അൺലോഫുള്ളാണ്, നിയമാനുസൃതമല്ല, വയലേഷൻ ഓഫ് ബോത്ത് ഡിവൈൻ ആൻഡ് കാനൻ ലോയുടെയും അതോടൊപ്പം തന്നെ ഡിവൈൻ ലോയുടെയും എതിരാണ്, കോൺസ്റ്റിറ്റ്യൂഷനെതിരാണ്, ഇന്നീക്വിറ്റബിളാണ്, അൺഎത്തിക്കലാണ്, ഇൻഹ്യൂമനാണ്. ഇതിൽ കൂടുതൽ കൃത്യമായി ഇത് കോടതിക്ക് പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഈ 911 ബൂളയുടെ അടിസ്ഥാനത്തിലാണ് ഈ കോട്ടയം ഡയോസിസ് ഉണ്ടാകുന്നത്, അത് വികാരിയത്തുണ്ടാകുന്നത്. ആ വികാരിയത്തിൽ പറയുന്നത് ഇത് സൗത്ത് ഈസ്റ്റ്, അതിനകത്ത് ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്, ഇന്ന വികാരിയത്ത് ഓഫ് ഇതാണ് therefore motu proprio അത് എന്തോ ലാറ്റിൻ വേർഡാണ്, with sure knowledge and fullness of our power we separate all the southeast parishes and churches from the 2 apostolic vicars of Ernakulam and Changanasheri and constitute them into a new apostolic vicar in the town commonly known as Kottayam from the southeast people. അതായത് ഇവിടെ ഉണ്ടായിരുന്ന 2 ഈ പറഞ്ഞ വികാരിയത്തുകൾ, ചങ്ങനാശ്ശേരി, എറണാകുളം, ഇത് രണ്ടും കൂടെ വിഭജിച്ച് അവിടെ സൗത്ത് ഈസ്റ്റ് പീപ്പിളിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു ഡയോസിസ് ഉണ്ടാക്കുന്നതാണ് ഈ 911 ബൂളയിൽ പറയുന്നത്. ഈ സൗത്ത് ഈസ്റ്റ് പീപ്പിൾ എന്ന് പറയുന്നത് തെക്കൻ പാവർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ തെക്കൻ പാവർക്ക് വേണ്ടി ഒരു ഡയോസിസ് ഉണ്ടാക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവിടെ എന്തോ പ്രത്യേകതയുണ്ട് ഈ തെക്കൻ പാവർക്ക് വേണ്ടി ഡയോസിസ് ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ. അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ അകത്ത് ആ ബിയോളയിൽ തന്നെ പറയുന്നുണ്ട് ഇവർ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ തരത്തിൽ ഈ പറഞ്ഞ തെക്കുംപാവർക്ക് വേണ്ടി ഒരു ഡയോസിസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ അവിടെ എൻഡോഗമി എന്ന് പറഞ്ഞൊരു പ്രോപ്പറായിട്ടുള്ള വേർഡ് പോപ്പ് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള പോയിൻ്റാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഈ എൻഡോഗമി എന്ന് പറഞ്ഞാൽ കൂടുതലും വന്നിട്ടുള്ളത് ഈ ആദ്യത്തെ മാക്കിൽ പെത്രാൻ്റെ കൽപ്പനകളിലാണ്, ഡിഗ്രീസുകളിലാണ്. അതിൽ പോലും അങ്ങനെ എൻഡോഗമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്ന ഒരു പോയിന്റ്, ബിഷപ്പ് കോട്ടയം ഡയോസിസ് ബിഷപ്പ് മാക്കിൽ ഡിഡ് നോട്ട് ടെർമിനേറ്റ് മെമ്പർഷിപ്പ് ഓഫ് എനി മെമ്പർ ഫോർ മാരിങ് അനദർ കാത്തോലിക്സ് ഇൻ ഹിസ് ബുക്ക് ഓഫ് ഡിക്രീസ്. മാരിങ് എ കാത്തോലിക് ഫ്രം അതർ ഡയോസിസ് വാസ് നോട്ട് ഇൻക്ലൂഡഡ് ആസ് ആൻ ഇംപ്ലിമെൻറ്റ് ഓഫ് മാരേജ്. അതായത് മറ്റൊരു ഡയോസിസിൽ നിന്ന് ഒരാൾ വിവാഹം ചെയ്ത അയാളെ പുറത്താക്കിയതായിട്ട് അദ്ദേഹം പറയുന്നില്ല, അതുപോലെ തന്നെ അതൊരു തടസ്സമായിട്ടും അദ്ദേഹം പറയുന്നില്ല എന്ന് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ആ തരത്തിൽ ഇങ്ങനെയെല്ലാം പിന്നെ ഇത് കസ്റ്റമറി പ്രാക്ടീസ് ആണെന്നുള്ള വാദം പിന്നീട് ഇതിൻ്റെ അത് പറയുന്നത്. കസ്റ്റമറി പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ കസ്റ്റം എന്ന് തുടങ്ങുന്നു അന്ന് മുതൽ ഉണ്ടാകണമെന്നാണ് പറയുന്നത് എൻഡോഗമി എന്ന് പറയുന്നത്. ഇതങ്ങനെ ഇല്ല എന്നാണ് കോടതി നിരീക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എൻഡോഗമി എന്ന് പറഞ്ഞ ഒരു ഇൻഹ്യൂമനായിട്ടുള്ള പ്രാക്ടീസായിട്ട് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ പുറകിൽ വേറൊരു കാര്യം കൂടെ ഉള്ളത്, ഇത് മുൻകാലങ്ങളിൽ ജ്ഞാനായ സമൂഹത്തിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അവരുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എൻഡോഗമിയെ സംബന്ധിച്ചുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരാൾ അദ്ദേഹത്തിൻ്റെ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ജ്ഞാനായക്കാരനായിരിക്കണമെന്നായിരുന്നു. അത് കർമ്മം എന്ന് ഉദ്ദേശിക്കുന്നത് വിവാഹം, ഒരു ജ്ഞാനായ സ്ത്രീയെ തന്നെ വിവാഹം കഴിച്ചാൽ മാത്രമാണ് അയാൾ ജ്ഞാനായക്കാരനായി നിൽക്കുകയെന്നായിരുന്നു
ഉണ്ടായിരുന്ന ഡെഫിനിഷൻ എന്ന് പറയുന്നത്. എന്നാൽ 2014 ഈ ആലഞ്ചേരിയും അതുപോലെ തന്നെ ആലഞ്ചേരി എന്ന് പറയുന്ന പിതാവും ജേക്കബ് അങ്ങാടിയത്ത് അതുപോലെ തന്നെ മൂലക്കാടൻ പിതാവ്, ഇവർ 3 പേരുടെ അമേരിക്കയിൽ ഒരു പുതിയ തിയറി കൊണ്ടുവന്നു. ആ പുതിയ തിയറിയിൽ ഒരാൾ ജന്മം കൊണ്ടാണ് കാനായക്കാരനാകുന്നത്, അവന് കർമ്മം കൊണ്ട് ഒരിക്കലും കാനായക്കാരനാകാൻ പറ്റില്ല എന്നുള്ള ഒരു തിയറി വരികയും, ഒരാൾ വിവാഹം കഴിച്ചാൽ, ഒരു നോൺ ക്നാനായ സ്ത്രീയെ ഒരു ക്നാനായക്കാരൻ കല്യാണം കഴിച്ചാൽ, അല്ലെങ്കിൽ ഒരു ക്നാനായ അല്ലാത്ത ഒരാൾ സ്ത്രീ കാനായ അല്ലാത്ത ഒരാളെ, കാനായക്കാരിയായ സ്ത്രീ കാനായക്കാരനല്ലാത്ത ഒരാളെ വിവാഹം കഴിച്ചാൽ അവരെ പുറത്താക്കുന്ന രീതിയുണ്ട്. ആ പുറത്താക്കുമ്പം സ്വാഭാവികമായിട്ട് ക്രിസ്തു എന്ന് പറയുന്ന സഭ, അല്ലെങ്കിൽ ഗാർഹിക സഭ എന്ന് പറയുന്ന കോൺസെപ്റ്റ്, അതല്ലെങ്കിൽ ഒരു കുടുംബം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ക്രൈസ്തവമായി സഭ എന്ന് പറഞ്ഞ കുടുംബമായിട്ടാണ് കാണുന്നത്. ആ കോൺസെപ്റ്റിനെ യഥാർത്ഥത്തിൽ പൊളിക്കുകയാണ് മൂലക്കാടൻ ചെയ്തത്. അതിനെ കൃത്യമായും കോടതി വിമർശിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു കുടുംബം ആയിക്കഴിഞ്ഞാൽ, ഭാര്യയും ഭർത്താവും ആയിക്കഴിഞ്ഞാൽ ഭാര്യയെ പുറത്താക്കുക അല്ലെ ഭർത്താവിനെ പുറത്താക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് ക്രൈസ്തവമാകുക എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫോർമുല, ഈ മൂലക്കാടൻ ഫോർമുലയ്ക്കെതിരെയും കൂടെ കൂടിയുള്ള ഒരു കോടതി വിധിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളതെന്നാണ് നമ്മളിത് വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ എൻ്റെ പ്രധാന പോയിൻ്റ് ഇതൊന്നുമല്ല. എനിക്ക് ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ കോടതി വിധിയെ ബഹുമാനിക്കുക, അല്ലെങ്കിൽ ഈ നിയമാനുസൃതമല്ലാത്ത കാര്യങ്ങൾ നടക്കുന്നതിനെ അനുകൂലിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ എൻ്റെ പ്രധാന പോയിൻ്റ് എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ ഒരാൾ ബാപ്റ്റിസം കൊണ്ടാണ് ക്രിസ്ത്യാനിയാകുന്നത്, അതായത് ഈ സാർവത്രിക സഭയിൽ അംഗമാകുന്നതെന്നാണ് കോടതിയിലത് ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുള്ളത്. ഈ സാർവത്രിക സഭയിൽ അംഗമായിട്ടുള്ള ഒരാൾ, ബാപ്റ്റിസം കൊണ്ട് അംഗമായിട്ടുള്ള ഒരാൾ, അദ്ദേഹം ആ സഭയിൽ തന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി ഈ പറഞ്ഞ ക്രിസ്ത്യൻ സഭയുടെ ഏതെങ്കിലും ഒരു കോൺഗ്രിഗേഷനിൽ വിവാഹം കഴിക്കാൻ ആ സഭ അതിനെ അംഗീകരിക്കുകയും അവരതിന് വേണ്ട ഡോക്യുമെൻറ്റ്സ് മുഴുവൻ സ്വീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവാഹം നടത്താമെന്ന് പറയുമ്പം ഈ സീറോ മലബാർ പോലെയുള്ള സഭകൾ വന്നിട്ട് ആ വിവാഹം മുടക്കുന്നതിൽ എന്ത് ധാർമ്മികതയാണ് ഈ കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലുള്ളതെന്ന് ഈ ബിഷപ്പ് ശ്രാമ്പിക്കൻ ജനങ്ങളോട് പറയണം. അതിൻ്റെ കാരണം, ഇപ്പോൾ ഈ കോടതി വിധി പറഞ്ഞനുസരിച്ച് ഒരാൾ ബാപ്റ്റിസം കൊണ്ട് ക്രിസ്ത്യാനിയാകുന്നു, അയാൾ സർവ്വലോക സാർവത്രിക സഭയിലെ അംഗമാകുന്നു. അങ്ങനെ സാർവത്രിക സഭയിലെ അംഗമാകുന്ന ഒരാൾ വിവാഹം കഴിക്കാൻ വേണ്ടി ഒരു ലാറ്റിൻ പള്ളിയിൽ ചെന്നാൽ ആ ലാറ്റിൻ പള്ളി വിവാഹം നടത്തി കൊടുക്കാമെന്ന് പറയുമ്പം ആ വിവാഹം മുടക്കിയായിട്ടുള്ള ഈ സീറോ മലബാർ സഭയും ഈ ശ്രാമ്പിക്കനും പറയേണ്ടത് ഈ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഈ താങ്കൾ ചെയ്ത പ്രവൃത്തിയെ അംഗീകരിക്കാൻ കഴിയുന്നത്. നിങ്ങൾ വ്യാപകമായി ഈ പറയുന്ന ഇവിടുത്തെ ലാറ്റിൻ സഭ ഇവിടുത്തെ കുട്ടികളുടെ വിവാഹം നടത്തി കൊടുക്കാൻ വേണ്ടി തയ്യാറാകുമ്പോൾ, അവർ ജനിച്ചു വളർന്ന, അവർ ബാപ്റ്റിസം നടത്തിയ, അവർ ആദ്യ കുർബാന സ്വീകരിച്ച ആ പള്ളിയിൽ വിവാഹം നടത്താൻ വേണ്ടി ചെല്ലുമ്പോൾ അവരത് നടത്തി കൊടുക്കാൻ തയ്യാറാകുന്നു. നിങ്ങൾ ഈ 2016 ഇവിടെ വന്നിട്ട് ഈ കുട്ടികളുടെ വിവാഹം നടത്തരുതെന്നും അത് ഇൻവാലിഡ് ആണെന്നും ലെറ്റർ കൊടുക്കുന്നതിൻ്റെ ധാർമ്മികത ഈ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പറയണം. അപ്പം അതിന് നിങ്ങൾ പറയാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഞാനൊരു അഗ്നോസ്റ്റിക്കാണ്, എനിക്ക് ഇതൊന്നും വിശ്വാസമില്ലാത്തതുകൊണ്ട്. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ പറയേണ്ടത്, ഈ സൗത്ത് ഈസ്റ്റിന് വേണ്ടി ഇങ്ങനെ ഒരു പോപ്പ് ഇങ്ങനെ ഒരു ഡയോസിസ് ഉണ്ടാക്കി കൊടുക്കുന്നു, അവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകളുടെ പ്രശ്നമാണെന്നാണ് പറയുന്നത് ആ ഡയോസിസ് ഉണ്ടാകാനുള്ള കാരണം. അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പം ആ പോപ്പിൻ്റെ ഇൻഫാലിബിലിറ്റി, അതായത് അദ്ദേഹത്തിന് ഒരിക്കൽ പോലും തെറ്റാവരമുള്ള ആളാണെങ്കിൽ ഈ സൗത്ത് ഈസ്റ്റുകൾക്ക് ഇങ്ങനെയൊരു സഭ ഉണ്ടാക്കി കൊടുക്കുകയും അതിനുശേഷം അത് ഇത്രമാത്രം വലിയ പ്രശ്നത്തിലേക്ക് വന്നപ്പോൾ ഈ പോപ്പിൻ്റെ ഇൻഫാലിബിലിറ്റി എവിടെയാണെന്ന് നിങ്ങൾ മറുപടി പറയണം. രണ്ടാമത്തെ കാര്യം, ഞാൻ ഈ പറഞ്ഞ പ്രധാനമായിട്ടും നിങ്ങൾ ഈ സാർവത്രിക സഭയിലെ അംഗങ്ങളായിട്ടുള്ള ക്രിസ്ത്യൻസ് ആയിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള, ഇപ്പോൾ എന്നെ സംബന്ധിച്ചത് പ്രശ്നമല്ല, ഞാൻ അഗ്നോസ്റ്റിക്കാണ്, ഇതിലൊന്നും ഒരു താല്പര്യമുള്ള കാര്യമില്ല. പക്ഷേ ഇതൊരു ജനകീയ പ്രശ്നമായി മാറുന്നതുകൊണ്ട്, സാമൂഹിക പ്രശ്നമായി മാറുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ബിഷപ്പ് ശ്രാമ്പിക്കൻ പറയേണ്ടത്, ഈ പറഞ്ഞ ബാപ്റ്റിസം കൊണ്ട് ഒരാൾ ക്രിസ്ത്യാനിയാകുകയും അയാൾക്ക് ആ ക്രിസ്ത്യാനിയായി ജീവിക്കാനുള്ള അവകാശത്തെ നിങ്ങൾ എങ്ങനെ തടയുന്നു, നിങ്ങൾക്ക് എന്ത് അധികാരമാണ് അത് തടയാനുള്ളതെന്നാണ് ഈ കോടതി വിധിയുടെ ബേസിൽ മറുപടി പറയേണ്ടത്. ഈ കോടതി വളരെ കൃത്യമായി ഇതിനെല്ലാം ഈ പറഞ്ഞ എന്താണ് ക്രിസ്ത്യാനിറ്റി, എന്താണ് സഭയെന്നും ഈ ഹൈക്കോടതി ജഡ്ജിമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ആ ജഡ്ജിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ കോൺഗ്രിഗേഷനിൽ എവിടെയും ആർക്കും വിവാഹം ചെയ്യാനുള്ള അവകാശമുണ്ട്. കാരണം ഇത് സാർവത്രികമായ സഭയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇവിടെ നിങ്ങൾ ഈ കഴിഞ്ഞ 2016 വന്നിട്ട് ഒരുതരം ഇവിടുത്തെ കുടുംബങ്ങളെ മുഴുവൻ അസ്വസ്ഥമാക്കുന്ന, ഇവിടുത്തെ കുടുംബങ്ങളിലുള്ള ആളുകളുടെ വിശ്വാസം, ആ വിശ്വാസധാര ഏതാണെന്ന് സ്വീകരിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. ആ അവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ലാറ്റിൻ പള്ളി പോവുകയാണെങ്കിൽ ആ ലാറ്റിൻ പള്ളി പോയി വിവാഹം കഴിക്കാനുള്ള അവൻ്റെ ആ സ്വാതന്ത്ര്യത്തിന് വരെ നിങ്ങൾ നടത്തുന്ന ഈ വെല്ലുവിളി എന്ന് പറയുന്നത്, ഈ പറയുന്ന ഈ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ, ഇവിടെ ഈ കോടതി വിധി പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഇത് ഒരു തരത്തിലും ഡിവൈൻ പ്രാക്ടീസിനോ ബൈബിളിൻ്റെ പ്രൊവിഷൻസിനോ കാനൻ ലോയ്ക്കോ സപ്പോർട്ട് ചെയ്യുന്നൊരു പ്രാക്ടീസ് അല്ല നിങ്ങൾ പറയുന്നത്.
മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ക്നാനായക്കാരുടെ പ്രശ്നം അവർ പരിഹരിക്കട്ടെ. പക്ഷേ ഇവിടെ അതെന്ത് തന്നെയാണോ ക്നാനായക്കാരുടെ വിഷയം കോടതിയോ അതുപോലെ തന്നെ ക്നാനായ സമൂഹമോ പരിഹരിക്കട്ടെ. പക്ഷേ ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം ഞങ്ങൾ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരിവിടെ വന്നിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഇംഗ്ലീഷ് പള്ളിയിൽ പോകാനുള്ള ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് നേരെ നിങ്ങൾ നടത്തുന്ന ഈ കടന്നുകയറ്റം, ആ കടന്നുകയറ്റം എന്ന് പറയുന്നത് തികച്ചും ബൈബിളിനും അതോടൊപ്പം തന്നെ കാനൻ ലോയ്ക്കും എതിരാണെന്നുള്ള വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുകയും ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ നിങ്ങൾ അംഗീകരിച്ചിരിക്കുകയും ചെയ്യണം. അതില്ലാത്തത് ക്രൈസ്തവതയല്ല. അപ്പം ഇത് യഥാർത്ഥത്തിൽ ഗുണ്ടാസംഘമാണ്. ഞാൻ ഈ ശ്രാമ്പിക്കിനോട് ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട് നിർത്തുകയാണ്. ശ്രാമ്പിക്കിൻ്റെ എൻ്റെ കുടുംബക്കാർക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്രിസ്ത്യൻ സമൂഹത്തിന് ഈ കേരളത്തിൽ ആർക്കെങ്കിലും ലാൻഡ് ഉണ്ടായിരുന്നോ? ദേവസ്വവും രാജസ്വവും അതുപോലെ തന്നെ ബ്രഹ്മസ്വവും ഈ 3 വിഭാഗങ്ങൾക്ക് ലാൻഡ് ഉണ്ടായിരുന്നുള്ളൂ കേരളത്തിൽ. ആ 3 വിഭാഗങ്ങളുടെ ലാൻഡ് പിന്നീട് കാലക്രമേണയാണ് ഈ ആളുകൾക്കെല്ലാം വന്നത്. അപ്പോൾ ഇവിടെ നാളെ ഇവിടെ വന്ന് ഏതെങ്കിലും ഒരു ജന്മി, പഴയ ഒരു ജന്മി വന്നിട്ട് പറയാണ്, നീയൊക്കെ എൻ്റെ പഴയ ജന്മിയായിരുന്നു, അതുകൊണ്ട് നീയൊക്കെ പഴയ എൻ്റെ അടിയാനായിരുന്നു, ഞാൻ നിൻ്റെയൊക്കെ പഴയ ജന്മിയാണ്, അതുകൊണ്ട് നീ ഇപ്പോൾ UK വന്നിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നീ എൻ്റെയൊക്കെ പഴയ ജന്മിയായതുകൊണ്ട് എൻ്റെ ആ പാട്ടം എനിക്ക് തന്നെ, അല്ലെങ്കിൽ എൻ്റെ കരം പിരിക്കാനുള്ള അവകാശം എനിക്കുണ്ടെന്ന് പറഞ്ഞു വന്നാൽ താങ്കൾ ഈ ശ്രാമ്പിക്കൻ പിരികൊടുക്കൂ. കാരണം ശ്രാമ്പിക്കിൻ്റെ ഒരു കുടുംബവും ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന കുടിയാന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ആ കുടിയാനായിട്ടുള്ള ഒരാൾ ഇപ്പോൾ ഇവിടെ അന്നത്തെ ജന്മി വന്നിട്ട് ശ്രാമ്പിക്കിനോട് പറയാണ്, എനിക്ക് താങ്കളുടെ ജന്മിയായിരുന്നു ഞാൻ, അതുകൊണ്ട് എനിക്ക് ഈ കാലഘട്ടത്തിൽ താങ്കൾ എനിക്ക് കരം തരണമെന്ന് താങ്കൾ കൊടുക്കുകയല്ലോ. അതുപോലെ തന്നെയല്ലേ താങ്കൾ ഇവിടെ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞത്, ഞങ്ങളിവിടെ ബാപ്റ്റിസം ചെയ്തിട്ടുള്ള നിൻ്റെ അപ്പൻ്റെ അപ്പനോ ബാപ്റ്റിസം ചെയ്തത് കത്തോലിക്ക സഭയിലാണ്, അതുകൊണ്ട് എനിക്ക് പിരിവ് തരണം, അല്ലെങ്കിൽ എൻ്റെ സഭയിൽ ചേരണം, അവിടെ എനിക്ക് ഡയറക്റ്റ് ഡെബിറ്റ് തരണം എന്ന് പറയുന്നത് നിങ്ങൾ ആ അർത്ഥത്തിലല്ലേ? അങ്ങനെയാണ് എങ്കിൽ അതെങ്ങനെ ബിബ്ലിക്കലാവും, എങ്ങനെ കാനലോയുടെ അടിസ്ഥാനത്തിലാവും, എങ്ങനെ എത്തിക്കലാവും, എങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷനിലാവും, എങ്ങനെ അത് കസ്റ്റംസിൻ്റെ ഭാഗമാവും, എങ്ങനെ അത് സിവിൽ പ്രൊസീജിയർ കോഡിൻ്റെ ഭാഗമാവും, എങ്ങനെ അത് ലൈബ്രറി ആക്ടിൻ്റെയും അതുപോലെ തന്നെ ട്രാവൻകൂർ കൊച്ചിൻ ലൈബ്രറി ആക്ടോ ഏത് ആക്ടിൻ്റെ ആണെങ്കിലും അതിൻ്റെ ഏതിൻ്റെ ബേസിലാണെങ്കിലും ഇപ്പോൾ ഈ കോടതി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അതെങ്ങനെയാണ് നിങ്ങൾക്ക് അംഗീകരിക്കാൻ വരുന്നത്? അതുകൊണ്ട് എനിക്ക് ശ്രാമ്പിക്കിനോട് പറയാനുള്ളത്, താങ്കൾ ഇവിടെ നടത്തുന്ന ഈ എല്ലാ പ്രവൃത്തികളും ഈ കോടതി വിധി വായിക്കുന്ന ഒരു സാധാരണ മനുഷ്യന് തോന്നുന്നത് അത് അൺകോൺസ്റ്റിറ്റ്യൂഷനാണ്, അതുപോലെ തന്നെ അത് ടീച്ചിങ് ഓഫ് ക്രൈസ്റ്റിന് എതിരാണ്, അതുപോലെ ബൈബിളിൻ്റെ പ്രൊവിഷൻസ് എതിരാണ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ എല്ലാ വാല്യൂസും നിങ്ങളുടെ ഈസ്റ്റേൺ ചർച്ചസിൻ്റെ കാനലോയുടെ അടിസ്ഥാനത്തിലാണെങ്കിലും എല്ലാം തെറ്റായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് താങ്കൾ ഇതിവിടെ നിർത്തണം. ഇത് എൻഡോഗമി നിർത്തുന്നൊപ്പം തന്നെ താങ്കളുടെ ഈ കടന്നുകയറ്റം, ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ മുകളിലുള്ള കടന്നുകയറ്റവും അവസാനിപ്പിക്കണം. ഇത് രണ്ടും ഒരേ സമയത്ത് നടക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. നന്ദി. ടോം ജോസ് അയ്യമ്പാട്.